എല്ലാവർക്കും നമസ്കാരം. സ്റ്റഡി വിത്ത് ഉഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ NIOS+2 സോഷ്യോളജിയുടെ ചാപ്റ്റർ 4 ലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചാപ്റ്റർ 4ൻ്റെ പേര് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് റിസർച്ച് ഇൻ സോഷ്യോളജിയാണ്. ഇതിലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് NIOS+2 ഇതിന് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, നമസ്കാരം. നാലാമത്തെ ചാപ്റ്റർ പേര് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഇൻ റിസർച്ച് ഓഫ് സോഷ്യോളജി എന്നാണ്. സാമൂഹ്യശാസ്ത്ര പഠനത്തിലെ രീതികളും സമ്പ്രദായങ്ങളെ പറ്റിയാണ് ഈ പാഠത്തിൽ പറയുന്നത്. അതിൽ പല രീതികൾ ഉപയോഗിക്കുന്നുണ്ട്, പല ടെക്നിക്സ് സോഷ്യോളജിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ പറയുന്നത്. ഒന്നാമത്തത് ട്രൂ ഓർ ഫാൾസ് ആണ്, തെറ്റോ ശരിയോ എന്നുള്ള ക്വസ്റ്റ്യനാണ്. അതിന് 1 മാർക്കാണ് വരുന്നത്. സൊസൈറ്റി കനോട്ട് ബി ഫുള്ളി അണ്ടർസ്റ്റാൻഡ് വിത്തൗട്ട് കമ്പയറിങ് വിത്ത് അതർ സൊസൈറ്റീസ് എന്നാണ്. അതായത് സൊസൈറ്റിയെ മറ്റ് സാമൂഹ്യശാസ്ത്ര വിഭാഗങ്ങളുമായിട്ട് താരതമ്യം ചെയ്യാതെ നമുക്കൊരിക്കലും ഫുള്ളായിട്ട് നമുക്ക് സമൂഹത്തെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ്. അത് ശരിയാണ്. ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അവരെ പലതും നമ്മൾ അവൻ്റെ സാമ്പത്തികം, അവൻ്റെ സ്വഭാവം, അവൻ്റെ രാഷ്ട്രീയം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ട്. ഓക്കെ, അടുത്തത് ദുർഖേം സെറ്റ് ഔട്ട് ദ സിഗ്നിഫിക്കൻസ് കമ്പാരിറ്റീവ് മെത്തേഡ് എന്നാണ്. അതായത് ഈ കമ്പാരിറ്റീവ് മെത്തേഡ് എന്നുള്ളത് ഒരു രീതിയാണ്, മെത്തേഡ്സിൽ വരുന്ന, സോഷ്യോളജിയിലെ മെത്തേഡ്സിൽ വരുന്നതാണ് കമ്പാരിറ്റീവ് മെത്തേഡ്. ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ആൻഡ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. അതിൽ കമ്പാരിറ്റീവ് മെത്തേഡ് സെറ്റ് ഔട്ട് അതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടൊക്കെ ഉള്ളത് പറഞ്ഞത് ദുർഖേമാണ്, എമിലി ദുർഖേമാണ്. അത് ശരിയാണ്. ഓക്കെ, അടുത്തത് എക്സ്പെരിമെൻ്റ് ഈസ് പോസിബിൾ ഇൻ സോഷ്യോളജി എന്നാണ്. അതായത് പരീക്ഷണം സോഷ്യോളജി സാധ്യമാണ്. ശരിയാണ്, സാധ്യമാണ്. കാരണം അതിൻ്റെ മെത്തേഡിൽ ഒന്നാണ് ഇത് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, അതായത് പരീക്ഷണ രീതി. ഓക്കെ, വാട്ട് ആർ ദ സോഴ്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്നാണ്. സാമൂഹ്യശാസ്ത്ര പഠനത്തിൻ്റെ രീതിയിൽ 3 രീതികളാണുള്ളത്. ഒന്ന് ചരിത്രപരമായ രീതി, താരതമ്യ രീതി, പരീക്ഷണ രീതി. അതിൽ ഹിസ്റ്റോറിക്കൽ മെത്തേഡിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. വാട്ട് ആർ ദ സോഴ്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, അതായത് ഹിസ്റ്റോറിക്കൽ മെത്തേഡിൻ്റെ ഉറവിടം, സോഴ്സ് ആണ് ചോദിക്കുന്നത്. അതായത് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ചരിത്രപരമായ രീതിയാണ്. ഈ ചരിത്രപരമായ രീതി എന്ന് പറയുന്ന മുൻകാല രേഖകളും അതിൻ്റെ ഉറവിടങ്ങളൊക്കെ കണ്ടെത്തി പഠിക്കുകയാണ്. അതിനാണ് ചരിത്രപരമായ രീതി ഉപയോഗിക്കുന്നത്. അതായത് ഭൂതകാലത്ത് നിന്ന് വിശദീകരണങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് സാമാന്യവൽക്കരണങ്ങളൊക്കെ തേടുകയാണ് ചരിത്രപരമായ രീതിയിലൂടെ ചെയ്യുന്നത്. ചരിത്രപരമായ രീതിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, അതേപോലെ തന്നെ അതിൻ്റേതായ ന്യൂനതകളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ രേഖകളും മറ്റ് വസ്തുതകളും ഒക്കെ ഇതിനുണ്ട്. ചരിത്രപരമായ രീതിക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ഒരു സംഭവത്തിൽ പങ്കുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും നമുക്ക് നടക്കുകയാണെങ്കിൽ അതിൽ പങ്കുകൊണ്ട വ്യക്തികൾ, ആളുകൾ, അല്ലെങ്കിൽ ദൃക്സാക്ഷി, അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ, വിവരിച്ച കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചരിത്രപരമായ രീതിയിൽ കാണും, അല്ലെങ്കിൽ അത് ഉപയോഗിക്കും. അതുപോലെ തന്നെ സ്മാരകങ്ങൾ, നാണയങ്ങൾ, ശില്പങ്ങൾ എന്നിവയൊക്കെ ചരിത്ര പഠനത്തിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ മെത്തേഡിൻ്റെ പരിമിതികൾ അല്ലെങ്കിൽ ന്യൂനതകളാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ചരിത്രപരമായ രീതി ആയതുകൊണ്ട് തന്നെ അത് ഭൂതകാലവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു കഴിഞ്ഞ കാലത്ത് നടന്ന സംഭവങ്ങൾക്കൊന്നും തെളിവ് ഉണ്ടാകണമെന്നില്ല. പിന്നെ വിഷയങ്ങളുടെ ആധികാരികത പരിശോധിക്കാൻ ഒക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു സംഭവങ്ങളുടെ കാലക്രമം കണ്ടെത്താനും വിഷമമാണ്. ഗവേഷകർ രേഖകൾ പൂർണ്ണമായും തെറ്റായി വിലയിരുത്താനോ സാധ്യതയുണ്ട്. അതായത് ഏത് രേഖ പരിശോധിക്കുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ട് ശരിയാകണമെന്നോ അല്ലെങ്കിൽ അത് അങ്ങനെയുള്ളൊരു ഇതൊന്നുമില്ല. അതിൽ തെറ്റാകാം, അല്ലെങ്കിൽ തെറ്റായി വിലയിരുത്താനും സാധ്യതയുണ്ട്. പിന്നെ മുഴുവൻ രേഖകളും കണ്ടെത്താൻ ഗവേഷകർ കഴിഞ്ഞെന്ന് വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ചരിത്രപരമായ രീതിയിൽ കൃത്യമായി പരിശോധന അല്ലെങ്കിൽ അളക്കൽ എന്നിവയൊന്നും അസാധ്യമാണ്. അത്രയും കാര്യങ്ങളാണ് പരിമിതിയിൽ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി മെത്തേഡ്സ് ഓഫ് സോഷ്യൽ റിസർച്ച് ആർ ദർ ഇൻ സോഷ്യോളജി? സോഷ്യോളജിയിൽ എത്ര മെത്തേഡ്സ് ഉണ്ടെന്നാണ് ഗവേഷകന്മാർ പറയുന്നത് എന്നാണ്. അതിൽ എത്രയാണ്? 5 പ്രധാനമായിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. ചരിത്രപരമായ രീതി, താരതമ്യ രീതി, പരീക്ഷണാത്മക രീതി, പ്രവൃത്തിപരമായ രീതി,
അതുപോലെ തന്നെ പ്രായോഗികമായ രീതി. ഈ രീതികളാണ് ചരിത്രകാരന്മാർ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ താരതമ്യേന ചരിത്രകാരന്മാരല്ല, സോഷ്യോളജിസ്റ്റ്, സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുന്നത്. ഇനി വാട്ട് ടെക്നിക് ആർ യൂസ്ഡ് ഇൻ എംപെരിക്കൽ മെത്തേഡ്. അത് നിങ്ങളോട് പരീക്ഷയ്ക്ക് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. നല്ലോണം ഒന്ന് മനസ്സിലാക്കുക. വാട്ട് ടെക്നിക്സ് ആർ യൂസ്ഡ് ഇൻ ദ എംപെരിക്കൽ മെത്തേഡ്. എംപെരിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ അനുഭവസിദ്ധമായ രീതിയാണ്. അനുഭവത്തിൽ കൂടിയും പരീക്ഷണത്തിൽ കൂടിയും മാത്രം അറിവിനെ അംഗീകരിക്കുന്ന സമ്പ്രദായമാണ് അനുഭവസിദ്ധമായ രീതി. എല്ലാ അറിവുകളും ശാസ്ത്രങ്ങളിൽ നിന്നാണ് വരുന്നതെന്ന് അനുഭവസിദ്ധം വിശ്വസിക്കുന്നുണ്ട്. അതായത് നമ്മൾ അനുഭവത്തിൽ കൂടി നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരീക്ഷണത്തിൽ കൂടി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എന്താണ്, നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും. ഇതാണ് അനുഭവ സിദ്ധമായിട്ടുള്ള രീതി. ഇത് നേരിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നും കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ടെക്നിക്സ് ആർ യൂസ്ഡ് ഇൻ എംപെരിക്കൽ മെത്തേഡ്. ഈ എംപെരിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ അനുഭവസിദ്ധമായ രീതിയിൽ ഉപയോഗിക്കുന്ന ഈ ടെക്നിക്കുകൾ എന്തൊക്കെയാണെന്നാണ്. അത് 5 ടെക്നിക്കാണ് ഉള്ളത്. ഒബ്സർവേഷൻ, സർവേ, കേസ് സ്റ്റഡി, ചോദ്യാവലി, കൂടിക്കാഴ്ച. ഒബ്സർവേഷൻ, സർവേ, കേസ് സ്റ്റഡി, ക്വസ്റ്റ്യനെയർ, ഇൻ്റർവ്യൂ. അതായത് വിവരങ്ങൾ ലഭ്യമാകുന്ന സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന പ്രായോഗിക മാർഗങ്ങൾ. സാമൂഹ്യ ഗവേഷണത്തിന് വിവിധ പ്രായോഗിക മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിരീക്ഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത് എന്താണ്, സർവേ ആണ്. സർവേ നടത്തിയിട്ട് നിങ്ങൾ കാണുന്നില്ല, ഫീൽഡിലൊക്കെ പോയിട്ട് സർവേ നടത്തുന്നത് അതേ രീതിയിൽ. പിന്നെ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് കുറച്ച് ആക്കി തരംതിരിച്ചിട്ട് ആണ് അത് ചെയ്യുക. പിന്നെ അടുത്ത ചോദ്യാവലി, കുറേ ക്വസ്റ്റ്യൻസൊക്കെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. പിന്നെ അടുത്ത ഇൻ്റർവ്യൂ ആണ് വരുന്നത്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ? പ്രൈമറി ഡാറ്റ കളക്ഷൻ, സെക്കൻഡറി ഡാറ്റ കളക്ഷൻ. പ്രാഥമിക വിവരങ്ങൾ ഗവേഷണ മേഖലയിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന വിവരങ്ങളാണ്. ഇത് മുഖം, ചോദ്യാവലി, പങ്കാളിത്ത നിരീക്ഷണം എന്നീ മാർഗങ്ങൾ ഉപയോഗിച്ച് ഗവേഷകർ ഫീൽഡിൽ നിന്നും നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നു. ദ്വിതീയ വിവരങ്ങൾ നേരിട്ടുള്ള അന്വേഷണങ്ങളുടെ അല്ലാതെ ശേഖരിക്കുന്ന വിവരങ്ങളെയാണ് ദ്വിതീയ വിവരങ്ങൾ എന്ന് പറയുന്നത്. അതായത് മറ്റാരെങ്കിലും ശേഖരിച്ച് വെച്ചിട്ടുള്ള വിവരങ്ങൾ നമ്മൾ എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ ശേഖരിക്കാതെ നമ്മൾ മറ്റാരെങ്കിലും ഉപയോഗിച്ച് അല്ലെങ്കിൽ ശേഖരിച്ച് വെച്ചിട്ടുള്ള വിവരങ്ങളെടുത്ത് ശേഖരിക്കുന്നതിനാണ് എന്ത് പറയുക, ദ്വിതീയ വിവരങ്ങൾ എന്ന് പറയുക. അപ്പോൾ 2 തരം ഡാറ്റ കളക്ഷനാണുള്ളത്. സെക്കൻഡറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ? ഡാറ്റകൾ കളക്ഷൻ എത്ര ടൈപ്പാണെന്നാണ്. ഒന്ന് പ്രൈമറി ഡാറ്റ കളക്ഷൻ, രണ്ടാമത് സെക്കൻഡറി ഡാറ്റ കളക്ഷൻ. അതായത് പ്രാഥമിക വിവരങ്ങൾ ഗവേഷണ മേഖലയിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന വിവരങ്ങളാണ് ഇവ. അത് മുഖാമുഖം, ചോദ്യാവലി, പങ്കാളിത്ത നിരീക്ഷണം എന്നീ മാർഗങ്ങൾ ഉപയോഗിച്ച് ഗവേഷകൻ ഫീൽഡിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നു. അടുത്തത് എന്താണ്, ദ്വിതീയ വിവരങ്ങൾ. നേരിട്ടുള്ള അന്വേഷണങ്ങളുടെ അല്ലാതെ ശേഖരിക്കുന്ന വിവരങ്ങളെയാണ് ദ്വിതീയ വിവരങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡറി ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കാര്യത്തെപ്പറ്റി വേറൊരാളോട് ചോദിച്ച് മനസ്സിലാക്കുന്ന രീതിയാണ് ദ്വിതീയ വിവരങ്ങൾ. ഓക്കെ. ക്വസ്റ്റ്യൻ, നെയിം 5 ടെക്നിക് ഓഫ് ഡാറ്റ കളക്ഷൻസ് എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഒബ്സർവേഷൻ, നിരീക്ഷണം, മുഖാമുഖം, ഇൻ്റർവ്യൂ, ചോദ്യാവലി, ക്വസ്റ്റ്യനെയർ, കേസ് സ്റ്റഡി, സോഷ്യൽ സർവേ. ഇനി വാട്ട് ആർ ദ 2 മെയിൻ ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ ആണെന്ന് ചോദിക്കുന്നത്. 2 തരം ഒബ്സർവേഷനാണ്. ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സംഭവത്തെ നോക്കി കണ്ടുകൊണ്ട് നമ്മൾ സാക്ഷ്യപ്പെടുന്ന രീതിയാണ്. അത് ഇന്ദ്രിയങ്ങൾ വഴി അറിവുകൾ നേരിട്ട് ശേഖരിക്കുന്ന ഒരു രീതി കൂടിയാണ്. അതിന് നമ്മൾ നിരീക്ഷണ പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്. 2 തരം നിരീക്ഷണങ്ങൾ ഉണ്ട്. അത് എന്താണ്, പങ്കാളിത്ത നിരീക്ഷണം, അതല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. അതുപോലെ തന്നെ പങ്കാളിത്ത രഹിത നിരീക്ഷണം, അതായത് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. ഇത് രണ്ടും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. പങ്കാളിത്ത നിരീക്ഷണം എന്താണ്, അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവും അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ എന്നാണ്. ചിട്ടപ്പെടുത്തിയ ഇൻ്റർവ്യൂ അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ആണ്. ചിട്ടപ്പെടുത്താത്ത ഇൻ്റർവ്യൂ അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ആണ്. പഠിച്ചു വെക്കുക, സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ, അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്നുള്ളത്. അടുത്തത്, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് മെത്തേഡ്സ്: ഹിസ്റ്റോറിക്കൽ, കമ്പാരിറ്റീവ്, എക്സ്പെരിമെൻ്റൽ, ഫങ്ഷണൽ ആൻഡ് എംപെരിക്കൽ മെത്തേഡ്. ഇത് നമ്മൾ ഇത്ര നേരം പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് അതിൽ വരുന്നത്. അതായത് നമ്മൾ സാമൂഹ്യശാസ്ത്ര ഗവേഷണത്തിന് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റുകൾ
വിവിധ മാർഗ്ഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ സമൂഹത്തെ പറ്റിയുള്ള പഠനമാണ് സാമൂഹ്യശാസ്ത്രം. ആ സാമൂഹ്യശാസ്ത്രത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല രീതികളാണ്. ഈ സാമൂഹ്യശാസ്ത്രജ്ഞന്മാർ ഈ ഏതെങ്കിലും രീതികൾ ഉപയോഗിച്ചിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുക. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും വിഷയങ്ങൾ സമൂഹത്തിലുള്ള ഏതെങ്കിലും വിഷയങ്ങൾ വന്നാൽ ഈ രീതികൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 5 രീതികളാണ് ഇതിൽ 5 രീതികളാണ് വരുന്നത്. ഒന്ന് താരതമ്യ രീതി, കമ്പാരിറ്റീവ് മെത്തേഡ്. 2 6 രീതിയുണ്ട്. ഒന്ന് ചരിത്രപരമായ രീതി, രണ്ടാമത്തെ താരതമ്യ രീതി, പരീക്ഷണാത്മക രീതി, പ്രവൃത്തിപരമായ രീതി, പ്രായോഗിക രീതി, ചരിത്രപരമായിട്ടുള്ള രീതിയാണ് ഒന്നാമത്തത് വരുന്നത്. ഓക്കെ. ഇനി നമുക്ക് ആ രീതികൾ, മെത്തേഡ്സ്, വിവിധ രീതികൾ ഉണ്ടല്ലോ, ആ രീതികൾ നമുക്കൊന്ന് 5 രീതികളുണ്ട്. ആ രീതികൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തെ ഹിസ്റ്റോറിക്കൽ മെത്തേഡാണ്, ചരിത്രപരമായ രീതിയാണ്. അത് ഭൂതകാല സ്രോതസ്സുകളെ പറ്റി വിലയിരുത്താനും അവയുടെ ആധികാരികത വിലയിരുത്താനും ചരിത്രപരമായ മാർഗ്ഗമാണ് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ വിശകലനം ചെയ്യുന്നത്. എല്ലാ വിധത്തിലുള്ള ചരിത്രകാരന്മാരും ഈ ചരിത്രപരമായ രീതി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിലെ രേഖകളും നിയമങ്ങളും പിന്നെ പൊതുരേഖകളും റിപ്പോർട്ടുകൾ, വ്യാപാര മേഖലകൾ, പത്രങ്ങൾ, ഡയറികൾ, എഴുത്തുകൾ, യാത്രക്കാരുടെ രേഖകൾ, സാഹിത്യങ്ങൾ, അതുപോലുള്ള വിവിധ തരം സ്രോതസ്സുകൾ ഈ ചരിത്രപരമായ രീതിയിൽ ഉപയോഗിക്കുന്നു. ഇനി സെക്കൻഡ്, താരതമ്യ രീതി, കമ്പാരിറ്റീവ് മെത്തേഡ്. സാമൂഹ്യ പെരുമാറ്റ സമ്പ്രദായത്തിൽ സമാനതകളും വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കും. അവയെ വിശകലനം ചെയ്യാൻ വേണ്ടിയാണ് ഇത് വരുന്നത്. അങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ താരതമ്യ മാർഗ്ഗമാണ് ഉപയോഗിക്കുന്നത്. അതുമൂലം ഒരു സമൂഹത്തെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനി മറ്റൊരു രീതിയാണ് പരീക്ഷണാത്മക രീതി, എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. ഏറ്റവും ഉചിതമായ ഒരു ഗവേഷണ രീതിയാണ് പരീക്ഷണ രീതി. ഗവേഷകൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിരീക്ഷിക്കുന്ന വസ്തുതകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് അതുമൂലം മനസ്സിലാക്കുന്നതാണ് പരീക്ഷണാത്മക പഠനം. അതായത് ഒരു വിഷയങ്ങളെപ്പറ്റി നിരീക്ഷണം നടത്തിയിട്ട് അതിൽ നിന്ന് അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നിരീക്ഷണം നടത്തിയിട്ട് ഒരു നിഗമനത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. അതിൽ 2 ഗ്രൂപ്പുകൾ അത്യാവശ്യമാണ്. നിരീക്ഷണത്തിൽ പരീക്ഷണാത്മക പഠനത്തിൽ എന്താണ് 2 ഗ്രൂപ്പുകൾ അത്യാവശ്യമാണ്. ഒന്ന് പരീക്ഷണ ഗ്രൂപ്പും മറ്റൊന്ന് നിയന്ത്രണ ഗ്രൂപ്പും. പരീക്ഷണ ഗ്രൂപ്പിൽ ബാഹ്യ പ്രേരണകളൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. നിയന്ത്രണ ഗ്രൂപ്പിൽ യാതൊരു ബാഹ്യ പ്രേരണകളൊന്നും ഏൽപ്പിക്കുന്നതില്ല. അതായത് ഒരു ഗ്രൂപ്പ് ഇത് നിരീക്ഷിക്കാനും മറ്റൊന്നെന്താണ് പരീക്ഷിക്കാൻ. അതിന് നമുക്ക് പുറത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രയോഗിക്കാം പരീക്ഷണ ഗ്രൂപ്പിൽ. പക്ഷേ നിയന്ത്രണ ഗ്രൂപ്പിൽ അതിന് നിയന്ത്രിക്കുന്ന അതിലൊരു ബാഹ്യ പ്രേരണകളൊന്നും അതിലേക്ക് പാടില്ല. ഓക്കെ. അടുത്തത് പ്രവൃത്തിപരമായ മാർഗ്ഗങ്ങളാണ്. സാമൂഹ്യപരവും നരവംശാസ്ത്രപരവുമായ അന്വേഷണമാണ് ഈ രീതി കൊണ്ട് അർത്ഥമാക്കുന്നത്. എങ്ങനെയാണ് ഇവ മറ്റുള്ളവരെ ബാധിക്കുന്നതെന്നും മനസ്സിലാക്കാനൊക്കെ ഈ പ്രവൃത്തിപരമായ മാർഗ്ഗത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. അത് പ്രവൃത്തിക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ അടുത്തത് പ്രായോഗിക മാർഗ്ഗങ്ങളാണ്. വിവരം ലഭ്യമാകുന്ന സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ ശേഖരിക്കാവുന്നതാണ് പ്രായോഗിക മാർഗ്ഗങ്ങൾ. നിരീക്ഷണം, സർവേ, കേസ് സ്റ്റഡീസ്, ചോദ്യാവലി, കൂടിക്കാഴ്ച എന്നിവയാണ് സാമൂഹിക ഗവേഷണത്തിൽ ഉപയോഗിക്കുന്ന പ്രായോഗിക മാർഗ്ഗങ്ങൾ. ഒരു വിഷയം വന്നാൽ അതിനെ നിരീക്ഷിക്കുക, സർവേ നടത്തിയെടുക്കുക, കേസ് സ്റ്റഡി നടത്തിയെടുക്കുക, ചോദ്യാവലി ചോദിച്ചുകൊണ്ട് അതിൽ ഉത്തരത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ കൂടിക്കാഴ്ചയ്ക്ക് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അഭിമുഖം എന്നീ കാര്യങ്ങളൊക്കെയാണ് അതിലേക്ക് വരുന്നത്. ഓക്കെ. അടുത്തെന്താണ്, നിരീക്ഷണമാണ്. നിരീക്ഷണം, ഒബ്സർവേഷൻ എന്നാണ് പറയുക. ഒരു സംഭവത്തെ ഉറ്റുനോക്കിക്കൊണ്ട് അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന രീതിയാണ് നിരീക്ഷണം. നിരീക്ഷണത്തിലൂടെയാണ് വിവരങ്ങൾ ഇന്ദ്രിയങ്ങൾ വഴിയാണ് നിരീക്ഷണത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നത്. അതായത് കണ്ണുകൊണ്ട് കണ്ട് അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വരുന്നത്. പിന്നെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് നിരീക്ഷണം 2 തരത്തിലുണ്ട്. ഒന്നെന്താണ് പങ്കാളിത്ത നിരീക്ഷണം, ഒന്ന് എന്താണ് പങ്കാളിത്ത രഹിത നിരീക്ഷണം. നേരത്തെ പറഞ്ഞല്ലോ. അതായത് സ്ട്രക്ചേർഡ് ഒബ്സർവേഷനും അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷനും. മറ്റൊന്ന് കവേർട്ട് ആൻഡ് ഓവേർട്ടാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. നിരീക്ഷണത്തിൽ നിരീക്ഷിക്കപ്പെടുന്ന വ്യക്തി താൻ നിരീക്ഷണ വിധേയനാണെന്ന് അറിയാതെ ബോധവാനായിരിക്കില്ല. അതിനാണെന്ന് പറയുക കവേർട്ട്. ഓവേർട്ട് എന്ന് പറയുന്നത് എന്താണ്, നിരീക്ഷണത്തിൽ നിരീക്ഷിക്കപ്പെടുന്ന വ്യക്തി താൻ നിരീക്ഷണ വിധേയനാണെന്ന് ബോധവാനായിരിക്കുന്നതിനാണ് ഒവേർട്ട് എന്ന് പറയുക. അതായത് കവേർട്ടും ഓവേർട്ടും ഉണ്ട്. കവേർട്ട് എന്ന് പറയുമ്പോൾ എന്നെ ഒരാൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ഞാൻ അറിയൂല ഞാൻ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത്. ഓവേർട്ടിൽ എന്താ വരുന്നത്, എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ബോധമുണ്ടായിരിക്കും. അതിനാണ് എന്താ പറയുക, ഓവേർട്ട്. നെക്സ്റ്റ് ഇൻ്റർവ്യൂ ആണ് മറ്റൊരു രീതി. ഇൻ്റർവ്യൂ മലയാളത്തിൽ കൂടിക്കാഴ്ച, അഭിമുഖം എന്നൊക്കെ പറയും. അതായത് അഭിമുഖം എന്ന് പറയുമ്പോൾ നേരിട്ടാണ് നമ്മൾ ഒരാളപ്പുറം ഇപ്പുറം ഇരുന്നിട്ട്, അതാണല്ലോ ഇൻ്റർവ്യൂ.
അപ്പോൾ സാമൂഹ്യശാസ്ത്രത്തിൽ സ്ഥിതിവിവരങ്ങൾ ശേഖരിക്കുന്ന ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അഭിമുഖം. ഇൻ്റർവ്യൂവിലൂടെ നേരിട്ട് സ്ഥിതിവിവരങ്ങൾ നമ്മൾ ശേഖരിക്കാൻ കഴിയുന്നു. ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടുകൾ, വിശ്വാസങ്ങൾ, പെരുമാറ്റ രീതികൾ എന്നിവ ശേഖരിക്കാൻ ഇൻ്റർവ്യൂവിലൂടെ സാധിക്കുന്നു. ഇൻ്റർവ്യൂ രണ്ട് വിധമുണ്ട്. ഒന്ന് ചിട്ടപ്പെടുത്തിയ ഇൻ്റർവ്യൂ, ഒന്ന് ചിട്ടപ്പെടുത്താത്ത ഇൻ്റർവ്യൂ. ചിട്ടപ്പെടുത്തിയ ഇൻ്റർവ്യൂവിന് ഇംഗ്ലീഷിൽ പറയുക സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്നാണ്. ചിട്ടപ്പെടുത്താത്ത ഇൻ്റർവ്യൂവിന് പറയുക അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്നാണ്. ചിട്ടപ്പെടുത്തിയ ഇൻ്റർവ്യൂവിൽ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ മുൻകൂട്ടി രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ, അതായത് ചിട്ടപ്പെടുത്താത്ത ഇൻ്റർവ്യൂവിൽ ഒരു അനൗപചാരിക സംഭാഷണങ്ങൾ പോലെ ഗവേഷകനും അതായത് സ്വന്തം ഇഷ്ടപ്രകാരം ചോദ്യങ്ങൾ തയ്യാറാക്കി വിവരങ്ങൾ ശേഖരിക്കുന്നു. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളോട് ചോദിക്കാം. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ അതുപോലെ തന്നെ അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ചോദ്യങ്ങൾ ചിട്ടപ്പെടുത്തി രേഖപ്പെടുത്തി വെച്ചതിന് ശേഷം അത് പ്രകാരം മാത്രമുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. ചിട്ടപ്പെടുത്താത്ത ഇൻ്റർവ്യൂവിന് ഏത് ചോദ്യവും ചോദിക്കുക. അതായത് ചോദ്യകർത്താവിന് അല്ലെങ്കിൽ ഗവേഷകന് ഏത് ചോദ്യവും അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ ചിട്ടപ്പെടുത്താത്ത ഇൻ്റർവ്യൂവിൽ ചോദിക്കാൻ കഴിയും. ഓക്കെ. അടുത്തത് ചോദ്യാവലിയാണ്. ചോദ്യാവലിക്ക് ഇംഗ്ലീഷിൽ പറയുക ക്വസ്റ്റ്യനറാണ്. ഇത് ക്വസ്റ്റ്യനർ മാത്രമായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക. അതെങ്കിൽ ഉത്തരം പറയേണ്ട വ്യക്തിയോട് ചോദിക്കുന്ന ചോദ്യപട്ടികയാണ് ചോദ്യാവലി. അതായത് ചോദ്യങ്ങൾ ശേഖരിച്ച് വെക്കുക. അതാണ് ക്വസ്റ്റ്യൻ. അതിൽ നിന്ന് അവർ ഉത്തരം എഴുതിയിട്ട് അവർ എല്ലാം ചോദിക്കും. ഹോബീസ് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം, വസ്ത്രം, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അതിലേക്ക് ഉണ്ട്. അപ്പോൾ ഒരു വ്യക്തിയെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ആ ക്വസ്റ്റ്യനറിലൂടെ ശേഖരിക്കാൻ പറ്റും. നമ്മളെന്താണോ ഗവേഷകൻ എന്താണോ ഉപയോഗിക്കുന്നത്, എന്താണോ ആഗ്രഹിക്കുന്ന ആ ചോദ്യാവലിയുടെ ചോദിച്ചിട്ട് നമുക്കെന്താണ് എളുപ്പവും ഫലപ്രദവുമായിട്ടുള്ള മാർഗ്ഗത്തിലൂടെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന ഒന്നാണ് ക്വസ്റ്റ്യനർ. അടുത്ത സോഷ്യൽ സർവേ ആണ്. സർവേ എന്താണ്? ഒരു ഗവേഷണ രീതിയാണ്. സാമൂഹിക സംഗതികളെ പറ്റി ഉള്ള വസ്തുതകൾ ശേഖരിക്കുന്ന ഒരു പ്രക്രിയയാണ് സോഷ്യൽ സർവേ. കൂടുതൽ അളവുകൾ വിവരം ശേഖരിക്കണമെങ്കിൽ സോഷ്യൽ സർവേയാണ് ഉപയോഗിക്കുക. മറ്റൊന്നാണ് കേസ് സ്റ്റഡി. കാര്യം സംബന്ധിച്ച് അതുപോലെയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗാഢമായി പഠനം നടത്തുന്ന ഒരു രീതിയാണ് കേസ് സ്റ്റഡി. വ്യക്തികളെക്കുറിച്ചും സമൂഹ ഗ്രൂപ്പിനെക്കുറിച്ച് നടത്താം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സംഭവത്തെപ്പറ്റി അല്ലെങ്കിൽ ഒരു പരിപാടിയെപ്പറ്റി അല്ലെങ്കിൽ ഒരു സമൂഹത്തെപ്പറ്റി അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ പറ്റിയിട്ട് കേസ് സ്റ്റഡി നടത്താം. അതിൽ സാമൂഹ്യ യൂണിറ്റിനെ പറ്റിയുള്ള ശ്രദ്ധാപൂർവ്വം സമ്പൂർണ്ണമായ ഒരു നിരീക്ഷണമാണ് കേസ് സ്റ്റഡി. ഇതിലൂടെയൊക്കെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സോഷ്യൽ സർവേ അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ 5 രീതികളൊക്കെ നല്ലോണം ഒന്ന് പഠിച്ചേക്കുക. ഇതൊരു ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നല്ലോണം പഠിച്ച് മനസ്സിലാക്കുക. അടുത്ത വീഡിയോ ഇടുന്നവരെ നന്ദി, നമസ്കാരം. ഓക്കെ.